കേരളത്തിലെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് ചേർന്നത് 23-24 തീയതികളിലാണ്. ആ എക്സിക്യൂട്ടീവ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം അന്ന് നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംഘടിതമായി ആക്രമിക്കാനും ആരോപണങ്ങളുടെ പുകമറ ഉയർത്തി ജനമധ്യത്തിൽ അതിനെ എഴുത്തി കാണിക്കാനുമുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടെയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി സംരക്ഷിക്കാനും ആ മുന്നണിയുടെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും CPIക്ക് ചുമതലയുണ്ട് എന്ന് എക്സിക്യൂട്ടീവ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നാൽ ഈ സന്ദർഭത്തിലാണ് UDF വിട്ട് ഒരു രാഷ്ട്രീയ കക്ഷി പുറത്ത് വരുന്നത്. അത് കുറച്ച് നാളായിട്ട് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് UDFുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പുറത്തു വന്നത് ഈ കഴിഞ്ഞ 14-ാം തീയതിയാണ്. 14-ാം തീയതി കോട്ടയത്ത് അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ UDF വിട്ടു. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശരി. കൃഷിക്കാരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ഈ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശരി. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അവർ പറയുകയുണ്ടായി. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ LDFും UDFും പരസ്പരം മത്സരിച്ചപ്പോഴും ഏതാണ്ട് 30-39 വർഷക്കാലം UDFിൻ്റെ സജീവ പങ്കാളിയായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം അതിൽ നിന്ന് വിട്ടുപോരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് തൃപ്തികരമല്ലാത്ത നടപടികൾ എന്തൊക്കെയോ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയം മാധ്യമങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അവരവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കട്ടെ. പ്രഖ്യാപിച്ചതിന് ശേഷം LDF കൂടി ഉചിതമായ തീരുമാനമെടുക്കും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതിനെ സംബന്ധിച്ചാകുമ്പോൾ പല സന്ദർഭങ്ങളിൽ ആ പാർട്ടിയുടെ നിലപാടുകളെ ഞങ്ങൾ എതിർത്തത് അവർ UDFിൻ്റെ സജീവ ഭാഗമായിരുന്ന സന്ദർഭത്തിലാണ്. അവർ UDF വിട്ട് മുൻ നിലപാടുകൾ തിരുത്തി LDF ആണ് ശരി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തിന് എതിർക്കണം എന്ന ചോദ്യമാണ് ആ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തിയത്. പലരും ആ വാർത്ത കൊടുക്കുമ്പോൾ ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തിന് CPI സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വാഗതം ചെയ്തിരുന്നില്ല. ഞങ്ങൾ ഈ രാഷ്ട്രീയ മാറ്റങ്ങളെ
ഗൗരവത്തോടെ നിരീക്ഷിക്കുകയായിരുന്നു. അവരുടെ പ്രസ്താവന വന്നതും തുടർ നടപടികളെയും സംബന്ധിച്ച് ഇന്ന് കൂടിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ജോസ് കെ മാണിയുടെ പാർട്ടി സ്വീകരിച്ച നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ യോഗം ചേർന്ന് മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം ആലോചിച്ച് ഭാവി നടപടികൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. ആ യോഗം നാളെ നടക്കുന്നതുകൊണ്ട് ആ യോഗത്തിൽ CPIയുടെ അഭിപ്രായം ഞങ്ങൾ അറിയിക്കുന്നതാണ് ഉചിതം. അതിനു മുമ്പ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും UDFിലെ 4 പതിറ്റാണ്ട് കാലം അംഗമായിരുന്ന ഒരു പാർട്ടി ആ മുന്നണി വിടുകയും LDFുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ പ്രതിപക്ഷം, അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും രാജ്യം ഭരിക്കുന്ന BJPയും ഒരേപോലെ ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുമ്പോൾ UDFിനെ ദുർബലപ്പെടുത്താനും പ്രതിപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്താനും കിട്ടുന്ന ഏതൊരവസരവും ഉപയോഗിക്കണം എന്നാണ് എക്സിക്യൂട്ടീവിലെ കേരളത്തിലെ ആ സാഹചര്യമെല്ലാം ഉപയോഗിക്കണം എന്നാണ് പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു വിശദാംശങ്ങൾ LDFിൻ്റെ യോഗത്തിന് ശേഷം അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് യോഗത്തിന് ശേഷം തീരുമാനിക്കും. ഒരു ഭാഗത്ത് കൃഷിക്കാർക്കെതിരെയുള്ള നടപടികൾ ഫാം ബില്ലിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഒരു മതനിരപേക്ഷ കൂട്ടായ്മയാണ് എന്ന് അവകാശപ്പെടുന്ന UDFും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി സന്ധി ചെയ്തിട്ടാണെങ്കിലും ഇടതുപക്ഷത്തെ എതിർക്കണം എന്ന ഒരു ചിന്തയിലേക്ക് അവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ അപ്രസക്തമാക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനുള്ള നടപടികളുമായി മുന്നണി നാളെ കൂടുന്ന മുന്നണി യോഗം തീരുമാനമെടുത്ത് ആദ്യഘട്ടം എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് പോകും. ഇപ്പോൾ ധാരാളം മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരാൻ പോകുന്ന കക്ഷികൾക്കെല്ലാം സീറ്റൊക്കെ വീതിച്ചു കൊടുത്തിരിക്കുന്നു എന്ന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജനമായോ മറ്റുള്ള കാര്യങ്ങളുമായോ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ഡിസംബർ മാസത്തിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇന്ന് കൂടിയ പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം. സാധാരണ നിലയിൽ ഇടതുമുന്നണി ചെയ്തുകൊണ്ടിരുന്ന രീതിയുണ്ട്. സാധാരണ പുതിയ കക്ഷികൾ വരുമ്പോൾ അവരെ കുറെ നാൾ അവർ മുന്നണിയുമായി സഹകരിപ്പിക്കും, അതിനുശേഷം ഘടകകക്ഷിയാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം കണ്ടുവന്നിട്ടുള്ളത്. ജനാധിപത്യ കേരള കോൺഗ്രസ് ആയാലും INL ആയാലും എല്ലാം അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഈ ജോസ് കെ മാണി പെട്ടെന്ന് ഘടകകക്ഷിയാക്കി മാറ്റണം എന്നൊരു നിലപാട് CPI ക്കുണ്ട്. അതോ കുറച്ചാൾ സഹകരിപ്പിച്ച ശേഷം അവരെ പിന്നീട് ഘടകകക്ഷിയാക്കി മാറ്റിയാൽ മതിയാവും? അത് നാളെ നമ്മളിപ്പോൾ LDF കമ്മിറ്റി കൂടാൻ പോകുന്നുള്ളൂ. LDFിലൊരു തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ ഘടകകക്ഷികളെല്ലാം ജനാധിപത്യപരമായി ആലോചിച്ചിട്ട് അഭിപ്രായ സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നത്.
അങ്ങനെയല്ലാത്ത ഇപ്പോൾ നിങ്ങളിപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു. ജനാധിപത്യ കേരള കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ വേഗമാണ് അവർ LDFുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം വളരെ വേഗം അവർ മുന്നണിയുടെ ഘടകകക്ഷിയാവുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ കക്ഷിയും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. അത് LDF ആണ് യുക്തമായ തീരുമാനമെടുക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇടത് മുന്നണി വിപുലീകരണം ഉണ്ടാകണമെന്നൊരു അഭിപ്രായം CPI കിട്ടും? ഇല്ലല്ലോ. ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ യോഗം ചേരുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളുമായി ഇത്തരമൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ലേ തെറ്റ്? അന്ന് ജനേവത്തിന്റെ ഒരു ഓൺലൈൻ പരിപാടിയിൽ പറഞ്ഞത് കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുന്നത്, ജോസ് കെ മാണി വിഭാഗം വരുന്നത് അത് കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്, ഇടതുമുന്നണി ശക്തിപ്പെടുത്തുമെന്നൊരു അഭിപ്രായം അന്ന് പറഞ്ഞിരുന്നു. അല്ല, അത് ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. അത് LDFിൻ്റെ അഭിപ്രായമില്ലല്ലോ. ജോസ് കെ മാണി വിഭാഗത്തിന് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷത്തോടുള്ള സമീപനത്തിൽ മാറ്റം വന്നു എന്ന വിവരം നിങ്ങൾ കാണുന്നുണ്ടോ? അവരുടെ നിലപാടിൽ മാറ്റം വന്നപ്പോൾ അവരെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാടിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ്. നമ്മൾ സയൻസിൽ പഠിക്കുന്നില്ലേ? ഒരേ നിലപാടാവട്ടെ, ചേർന്ന് നോക്കൂടെ? ഇതിന് വെറുതെ ഈ ഒരു അകൽച്ച. ഒരേ നിലപാടല്ലേ രണ്ടുപേർക്കും? ഒരേ നിലപാടായി ഒരേ രാഷ്ട്രീയമായി വരുന്നു. രാഷ്ട്രീയമായില്ലെങ്കിൽ കൂടി ഒരേ നിലപാട്. കർഷകരുടെ പ്രശ്നമൊക്കെ ഇടതുമുന്നണി ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ കർഷകർക്ക് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ജോസ് കെ മാണിയുടെ വിഭാഗം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുമിച്ച് പോകുമെന്നല്ലേ എനിക്ക് മനസ്സിലാക്കേണ്ടത്? അത് ഒരുമിച്ച് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന LDF ആണ്. ഇപ്പോൾ 10 കക്ഷികളടങ്ങുന്ന ഒരു മുന്നണിയാണ് LDF. അത് നാളെ യോഗം കൂടാൻ പോവുകയാണ് 4 മണിക്ക്. അതിൻ്റെ തലേദിവസം ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് അങ്ങനെ ഒരു മറുപടി എൻ്റെ കയ്യിൽ നിന്നുണ്ടാകുമെന്ന് എനിക്ക് അത്ര രാഷ്ട്രീയമായി പരിചയമില്ലാത്ത ഒരാളല്ലല്ലോ. കുറച്ചു കാലമായല്ലോ ഞാൻ ഈ പണി കൊണ്ട് നടക്കുന്നു. ഈ കളങ്കിതരും ഒപ്പം തന്നെ രാഷ്ട്രീയമായി പാപക്കറപ്പുരുണ്ടവരൊക്കെ LDFിലേക്ക് എത്തുമ്പോൾ വിശുദ്ധരാകുന്നത് എന്തുകൊണ്ടാണ്? ആദ്യം ബാലകൃഷ്ണപിള്ളയുടെ ഇടതുമുന്നണി പ്രവേശനത്തിൽ ഇത്തരത്തിലൊരു മലക്കമറച്ചിലുണ്ടായി. ഇപ്പോൾ KM മാണിയുടെ പിൻഗാമികൾ, അതായത് ജോസ് കെ മാണി അടക്കം സോളാർ കേസിൽ നിങ്ങൾ ആരോപണ വിധേയരായി കാട്ടിയ വ്യക്തികളാണ്. അവർ വരുമ്പോൾ അവരും LDFിനെ പ്രകീർത്തിച്ചെന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് വിശുദ്ധരാകുന്നു. ഇതെന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു പ്രശ്നമല്ല അത്. ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി കേരളത്തിലെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ആ മുന്നണിയിൽ നിന്ന് വിട്ട് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് ഒരു നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തോടൊപ്പം സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ നിലപാടിലൊരു മാറ്റം ഉണ്ടായി. അത് അറിയാതെ പോകുന്നുണ്ടോ? അത് ഗണേഷ് കുമാർ ഒരു മന്ത്രിയായിരുന്നയാൾ വേണ്ടാന്ന് വെച്ച് ആ മുന്നണിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതിനുശേഷം ഒരു തിരഞ്ഞെടുപ്പ് വന്നു. ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിച്ചു, ജയിച്ചു കഴിഞ്ഞാണ് ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണ് LDFിൽ വന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അത്തരം പ്രശ്നങ്ങളെ വളരെ പരിമിതമായിട്ട് ചെറുതായിട്ട് ചുരുക്കി കാണരുത്. ഇതിനെല്ലാം പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വെച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. കേരള കോൺഗ്രസ് എമ്മിനെ എതിർക്കാൻ CPIക്ക് നേരത്തെ കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. അവർ UDFിൽ നിൽക്കുമ്പോൾ കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. ബാർക്കോഴ അടക്കമുള്ള വിഷയം, ബാർക്കോഴ വിഷയം വലിയ രീതിയിൽ ഉയർത്തി വലിയ പ്രക്ഷോഭം കേരളത്തിൽ ഉടനീളം സംഘടിപ്പിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നത്. ഈ ബാർക്കോഴവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ഇടതുമുന്നണിക്ക് തെറ്റുപറ്റി. അത് KM മാണി തെറ്റുകാരനല്ല. ബാർക്കോഴയുടെ കാരണമാണ് LDF അധികാരത്തിൽ വന്നത് നിങ്ങളോട് ആര് പറഞ്ഞു? അങ്ങനെ കുറച്ച് നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം UDFിന്റെ ഗവൺമെന്റിനെതിരെ, ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെതിരെ, അതിന്റെ അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത് എന്ന് പറയുക. അതല്ലാതെ ബാർക്കോഴ മാത്രമല്ല. അതിലൊരു കാര്യമാണ് അത്. അന്ന് അത്തരം സമരം നടന്നു എന്നത് ശരിയാണ്. അതെല്ലാം പോയില്ലേ? അത് കഴിഞ്ഞല്ലോ. അതിനുശേഷം ആ ഗവൺമെൻറ് 5 വർഷം തുടർന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തുടർന്നു. പിന്നെ വന്ന തെരഞ്ഞെടുപ്പിലാണ് LDF അധികാരത്തിൽ വരുന്നത്. ബാർക്കോഴ അടഞ്ഞന്യായമായി മാറിയില്ലേ? ബാർക്കോഴ അടഞ്ഞന്യായമായി മാറിയില്ല. ബാർക്കോഴ അടഞ്ഞന്യായമായി മാറിയില്ലേ? ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. തുറക്കണമെങ്കിൽ എപ്പോഴും തുറക്കാം. ഇപ്പോൾ വീണ്ടും തുറന്നുകൊണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ.
നമുക്ക് അന്വേഷിക്കാം. അത് ആ കോഴ എങ്ങോട്ടൊക്കെയാണ് അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഏതാ ഇന്നലെ കഴിഞ്ഞ ദിവസം ബിജു രമേശ് വീണ്ടും വെളിപ്പെടുത്തുന്നത് ജോസ് കെ മാണി 10 കോടി രൂപ അങ്ങോട്ട് ഓഫർ ചെയ്തു ആരോപണം പിൻവലിക്കാൻ. ഞങ്ങളിപ്പോ പഴയ ആരോപണം ആവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ബോധ്യമുണ്ടെങ്കിലാണ് ഞങ്ങൾ പറയുന്നത്. ആരെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയല്ല CPI. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അന്വേഷണം ആവശ്യപ്പെടുന്നതിന് ഞങ്ങൾക്ക് പ്രയാസവുമില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇടതു പാർട്ടികളടക്കം മുന്നണി പ്രവേശനം കാക്കുകയും അതേസമയം ഈ ജനാധിപത്യ പാർട്ടികൾക്ക് വളരെ പെട്ടെന്ന് പരവതാനി വിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ RSP ലെനിനിസ്റ്റ് അടക്കം അവർക്ക് ആളുണ്ടോ ആളില്ലേ എന്നുള്ളത് വേറെ ഘടകം. പക്ഷെ അവർക്ക് MLA ഉണ്ട്, അവർ ഇടതു പാർട്ടിയാണ്, അവർ പുറത്തു നിൽക്കുന്നു. എന്നാൽ ഇന്നലെ വന്ന ജോസ് കെ മാണി LDF-മായി പെട്ടെന്ന് അടുക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സാർ? അത് LDF-ന്റെ യോഗത്തിൽ താങ്കൾ ഈ ചോദ്യം ഉന്നയിക്കുക, അവിടെ LDF കൺവീനറോട് ചോദിക്കുക, അതിന് മറുപടി കിട്ടും. ഞങ്ങളിപ്പോൾ ആ വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPI അഭിപ്രായമില്ല. ഇല്ലില്ല, ഞങ്ങൾ അത് കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ. ഇതിപ്പോ ഈ ജനാധിപത്യ പാർട്ടികൾ വലതു പാർട്ടികളുടെ ഒരു കൂട്ടായ്മയായി മാറുന്നുണ്ട് ഈ ഇടതുമുന്നണി? ഇല്ല, അങ്ങനെയില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്നത് CPI-യും CPM-ഉം ആണ്. CPIM CPI-യും ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ LDF-ൽ. അവരുടെ അംഗീകരിച്ച മിനിമം പരിപാടിയാണ് LDF-ന്റെ പരിപാടി എന്ന് പറയുന്നത്. 5 വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയ പരിപാടിയാണ്. അതിലേത് കക്ഷി വന്നാലും അതിന് വലതുപക്ഷ സ്വഭാവം ഉണ്ടാകാൻ പോകുന്നില്ല. ആ പരിപാടിയാണ് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. ആ വാഗ്ദാനങ്ങൾ ഏതാണ്ട് 90% നടപ്പിലാക്കിയ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഈ കേരള കോൺഗ്രസ് അടക്കം വന്നാലും ഈ ഇടതു നയങ്ങൾക്ക് വിധേയമായി പോകണമെന്നുള്ള സൂചനയാണ് താങ്കൾ നൽകുന്നത്? കേരള കോൺഗ്രസ് വന്നാലും ആര് വന്നാലും ഇടതുപക്ഷ നിലപാടുകൾക്കാണ് മുൻതൂക്കം LDF-ൽ ഉണ്ടാവുക. അതിന് യാതൊരു സംശയവും വേണ്ട. ഈ മുന്നണിയിൽ പുതിയ കക്ഷികൾ വരുമ്പോൾ നിലവിലുള്ള സീറ്റ് വിഭജനത്തിന്റെ കാലത്തൊക്കെ മാറ്റം വരും. കഴിഞ്ഞ മത്സരിച്ച അതേ സീറ്റുകളിൽ CPM-ഉം CPI-ക്കും മത്സരിക്കാൻ പറ്റില്ല. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ. അവിടെ ആരാണ് വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നത്? CPM മാത്രമാണോ? CPI-യും മറ്റു കക്ഷികളും വിട്ടുവീഴ്ച? അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വിഷയം ഇപ്പോൾ LDF-ന്റെ അജണ്ടയിലില്ല. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ ആലോചിച്ച് അതിന് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. ഒരു പ്രശ്നവും വേണ്ട. നിങ്ങളിവിടെ മാധ്യമങ്ങളിൽ കൊടുത്ത ലിസ്റ്റും പേരുമൊന്നും ആരും അറിഞ്ഞിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് അതൊക്കെ മടക്കി കൈവശം വെച്ചേക്കുക. നമുക്ക് ഏപ്രിൽ മാസത്തിൽ അത് സംബന്ധിച്ച് LDF തീരുമാനമെടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ വിഷയമാണ് അത്. ജില്ലകളിൽ LDF കമ്മിറ്റികൾ കൂടി ആലോചിച്ച് അതിനുള്ള തീരുമാനം സമയബന്ധിതമായി എടുക്കും. ജോസ് കെ മാണി നിലപാട് കാഞ്ഞിരപ്പള്ളി അടക്കം കഴിഞ്ഞ തവണ CPI മത്സരിച്ച എല്ലാ സീറ്റിലും ഇത്തവണ CPI തന്നെ മത്സരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷന് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം ഇപ്പോൾ ഞങ്ങളുടെ അജണ്ടയിലില്ല. അത് ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഒരു സംശയവും വേണ്ട, കേരളത്തിലെ 140 സീറ്റുകളിലും LDF-ന്റെ സ്ഥാനാർത്ഥികളുണ്ടാവും. ജോസ് കെ മാണി നിലപാടൊക്കെ മാറ്റുന്ന കരുതി അവർക്കെതിരായ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നതല്ലേ? അത് ഇല്ലാതാകുന്നില്ലല്ലോ. അതിലെന്താണ് അഭിപ്രായം? ജോസ് കെ മാണിക്കെതിരായി എന്ത് ആരോപണം ഒന്ന് പറയും? ജോസ് കെ മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു. അത് ഇന്നലെ വന്നല്ലേ? ഇന്നലെ വന്ന വിഷയമല്ലേ? ഞങ്ങൾ മിനിഞ്ഞാന്നല്ലേ അദ്ദേഹത്തെ LDF വെൽക്കം ചെയ്തത്. ഇന്നലെയാണല്ലോ ഈ വിഷയം വന്നത്. ഒരു കാര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് UDF സഖ്യമുണ്ടാകാൻ പോകുന്നു. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഹകരിക്കാൻ പോകുന്നു. പ്രാദേശിക ധാരണ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ സഖ്യമായി തന്നെ മാറുമെന്നും പറയുന്നു. അതിനോട് എന്താണ് CPI നിലപാട്? ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണം? അതാണല്ലോ ഞാൻ പറഞ്ഞത്, മതനിരപേക്ഷ നിലപാടുകൾ UDF ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത്. വകുപ്പ് സെക്രട്ടറിമാർക്ക് മന്ത്രിമാർക്ക് തുല്യമായ അധികാരം കൊടുക്കുന്ന തരത്തിൽ റൂൾസ് ഓഫ് ബിസിനസ് മാറ്റം വരുത്തണമെന്ന ശുപാർശ സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭാ ഉപസമിതിയിൽ മന്ത്രി E. ചന്ദ്രശേഖരൻ തന്നെ അതിനെ എതിർത്തതായി ചില വാർത്തകളുണ്ട്. അങ്ങനെ വകുപ്പ് സെക്രട്ടറിമാർക്ക് മന്ത്രിമാർക്ക് തുല്യമായ അധികാരം നൽകുക, മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം കയ്യിലേക്ക് വരിക, ഇതിനൊക്കെ ഇതിനോടൊക്കെ CPI യോജിക്കുന്നു. നിങ്ങളിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ പത്രവാർത്തകളിൽ നിന്നാണ് ഞങ്ങൾ അറിയുന്നത്. അത് രാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്തിട്ടില്ല.
അങ്ങനെ വരുമ്പോൾ അത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. ഈ കഴിഞ്ഞ കുറെ സംഭവങ്ങളായി നമ്മൾ വളരെ ശക്തമായ നിലപാട് ആദ്യം CPI കൈക്കൊള്ളുന്നു. പിന്നീട് താങ്കൾ AKG സെന്ററിൽ പോയി CPM നേതാക്കളുമായി കാണുന്നു. പിന്നീട് CPI നിലപാട് മയപ്പെടുന്നു. ഈ ജോസ് കെ മാണിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം അടക്കം ഇപ്പോൾ ആഘോഷിക്കുന്ന സമയത്ത് ഈ ആശയപരമായ ഒരു ഭിന്നതയിൽ നിന്നും രണ്ട് ധാരയിൽ നിന്നും വീണ്ടും ഒരു പുനരൈക്യത്തിലേക്ക് എത്തുകയാണെന്നുള്ള സൂചനയാണ്. അത് താങ്കൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള അറിവ് കുറവുകൊണ്ടാണ് ആ പറയുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ നിലപാടിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങളൊരു മുന്നണിയിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ മുന്നോട്ട് നയിക്കുന്നത് രാഷ്ട്രീയമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളെടുക്കുന്ന നിലപാടുകൾ എന്ന് ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ന് 40 വർഷക്കാലം UDFൻ്റെ ഭാഗമായിരുന്ന ജോസ് കെ മാണി ഇന്ന് സ്വീകരിക്കുന്ന നിലപാടിന് LDFന് അനുകൂലമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നില്ല. LDFനെ സംരക്ഷിക്കണമെന്നും LDFനോടൊപ്പം ശക്തമായി മുന്നോട്ട് പോകണം എന്ന രാഷ്ട്രീയമുള്ളതുകൊണ്ട് അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം ലോകത്ത് ഒരു കാലത്തും മാറ്റിക്കൂടാ എന്നുമില്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠ സാഹചര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് ഒരു പാർട്ടിയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സമർത്ഥമായി ഉപയോഗിക്കേണ്ടത്. അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നേരത്തെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ അന്ന് വീരേന്ദ്രകുമാർ MP സ്ഥാനം രാജിവെച്ചിട്ടാണ്. സമാനമായ നിലപാട് തന്നെയാണ് ജോസ് കെ മാണി ഘട്ടത്തിലും സ്വീകരിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും വീരേന്ദ്രകുമാറിനോട് കാണിച്ച രീതി ജോസ് കെ മാണിയോട് കാണിക്കേണ്ടതല്ലേ? അതൊക്കെ LDF ആണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ച് അതിൻ്റെ സമയത്ത് വേണ്ടപ്പെട്ട തീരുമാനം നിങ്ങളെ അറിയിക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ജോസ് കെ മാണി വിഭാഗം കൂടെ വരുമ്പോൾ അവരെ കൂടെ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾക്ക് CPI തയ്യാറാണ്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. നാളെ കൂടുന്ന LDF ഇനി അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കും. ആ തീരുമാനം വന്നു കഴിഞ്ഞതിന് ശേഷം ജില്ലകളിൽ അതിനുള്ള സംവിധാനം ഉണ്ടാകും. അങ്ങനെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരെ മുന്നണിയിൽ ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തെ കുറിച്ചുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നാളെ ഉച്ചയ്ക്ക് 4 മണിക്ക് കിടക്കുന്ന യോഗത്തിൽ ഇന്നിപ്പോൾ ഒരു തീരുമാനം ഞാൻ പറയും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്താ പറയണ്ടേ? അത്ര പരിചയം, അത്ര വഴക്കമില്ലാത്ത ഒന്നല്ല രാഷ്ട്രീയം. അതുകൊണ്ട് അത് കയ്യിലിരിക്കട്ടെ. നാളെ 4 മണിക്ക് ശേഷം LDF തീരുമാനിക്കുമ്പോൾ LDF കൺവീനർ അത് പറയും. അപ്പോൾ ഈ പ്രായോഗികമായ രാഷ്ട്രീയം മാത്രമാണ്, ഒരു സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ രീതി മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൈക്കൊള്ളേണ്ടത്. കാരണം ഈ അണികളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക എന്നൊരു ഉത്തരവാദിത്തം കൂടി വിപ്ലവ പാർട്ടികളുടെ നേതാക്കൾക്കില്ല. അത് പിന്നെ നിങ്ങളാരെങ്കിലുമാണ് അണികളോട് വിശദീകരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ വിശദീകരിക്കുന്നതും ഞങ്ങളുടെ പാർട്ടിയെ കൺവിൻസ് ചെയ്യിക്കാനുമുള്ള ആർജവം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. ആ നടപടികൾ ഞങ്ങളുടെ കമ്മിറ്റികൾ ജനാധിപത്യപരമായി തീരുമാനമെടുത്ത് പോകും. ഇപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെയും റെവല്യൂഷണറികളുടെയും ഒരു പ്രശ്നമല്ല ഇത്, പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CPI ആണ് ആദ്യമായി പറഞ്ഞത് ഈ സെക്രട്ടേറിയറ്റിന് ചുറ്റുമാണ് ഈ അന്വേഷണ സംഘങ്ങൾ വട്ടമിട്ട് നടത്തുന്നത്. അതിന് പിന്നാലെ CPI പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറയുന്നത് ഈ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതൊരു ഇടതുമുന്നണിക്ക് മുഖ്യമന്ത്രിക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടോ? സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഭരണ സംവിധാനത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൽ തെറ്റില്ല. എന്നാൽ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇന്ത്യയിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് ഞങ്ങൾ നിരത്തുകയുണ്ടായി. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് കേന്ദ്ര ഏജൻസികൾ, ഞങ്ങളിപ്പോൾ പറഞ്ഞത് ഒരു പ്രവചന സ്വഭാവമുള്ള ഒരു വാക്യമൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും തന്നെയാണ് അന്വേഷണം ഇപ്പോഴും നടക്കുന്നത്. ആ അന്വേഷണം നടക്കുന്നതെന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും
ഈ കള്ളക്കടത്ത് കേസിലെ പ്രതികളെയോ അത് അയച്ചവരെയോ കണ്ടെത്തുകയോ പിടിക്കുകയോ അതിനുള്ള നടപടികളോ സ്വീകരിക്കുന്നതിന് പകരം ഗവൺമെന്റിന് എങ്ങനെ ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്താൻ പറ്റും എന്ന കാര്യമാണ് കേന്ദ്ര ഏജൻസികൾ ആലോചിക്കുന്നത്. ഇപ്പം ഞങ്ങൾ പറഞ്ഞത് മാത്രമല്ല, കോടതി തന്നെ അതിന് ജാമ്യം കൊടുക്കുന്ന സന്ദർഭത്തിൽ കോടതി തന്നെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ടാണ് ഈ ചോദ്യം താങ്കൾ ചോദിച്ചത്. താങ്കൾ ഈ UDF ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം വ്യക്തമാക്കുകയുണ്ടായി. അപ്പൊ ഈ ജോസ് കെ മാണി കൂടി വന്നാൽ മാത്രമേ ഇനി തുടർഭരണ സാധ്യതയുള്ളൂ എന്നൊരു വിലയിരുത്തലുണ്ടോ? ഇല്ല, അതുകൊണ്ട് മീനച്ചിലാത് കിഴക്കോട്ട് ഒഴുകുന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ UDF ദുർബലപ്പെടുത്തുന്നത് UDF നിന്ന് ഒരു പ്രധാന കക്ഷി അതിൽ നിന്ന് വിട്ടുപോയാൽ ദുർബലപ്പെടുത്തും എന്നറിയാൻ താങ്കൾക്ക് സാമാന്യ ബുദ്ധി മതി. അതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അല്ലാതെ ജോസ് കെ മാണി വന്നതുകൊണ്ട് ഇന്നലെ വരെ ഒഴുകിക്കൊണ്ടിരുന്ന മീനച്ചിലാറ് കിഴക്കോട്ട് ഒഴുകും എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. UDFിലുള്ള ജോസഫാണോ അതോ UDFിൽ ഉണ്ടായിരുന്ന ജോസ് കെ മാണിയോ കൂടുതൽ ശക്തൻ? ഉള്ള ജോസഫാണോ അതോ UDFിന് പുറത്തുനിന്ന് ജോസ് കെ മാണിയാണോ കൂടുതൽ ശക്തൻ പാർട്ടി എന്നതിൽ? അതിപ്പോ നമുക്ക് അങ്ങനെ ഒരു മറുപടി പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. തിരഞ്ഞെടുപ്പൊക്കെ കഴിയട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് വാക്കുകളിൽ മൊത്തത്തിൽ ഒരു താല്പര്യക്കുറവ് പോലെ ഇല്ല, ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്നയാളാണ്. നിങ്ങളെപ്പോലെ നെഗറ്റീവായിട്ടല്ല കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ്. അതെ, ഇല്ല, അങ്ങനെ ഷാർപ്പായിട്ട് പറയേണ്ട വിഷയമല്ലല്ലോ ഇത് നമ്മളതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു. ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചത്. നാളെ കൂടുന്ന LDF അതിൻ്റെ മറ്റ് നടപടികൾ എന്തു വേണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കും. അല്ലാതെ ഇന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുന്നത് നിങ്ങളാരെങ്കിലും വിചാരിക്കുന്നുണ്ട്? ജോസ് കെ മാണി വരുമ്പോൾ UDF ദുർബലപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ബാർക്കോഴ വിഷയങ്ങളിലടക്കമുള്ള വിഷയങ്ങളിൽ ആരോപണത്തിൽ ഉൾപ്പെട്ട ജോസ് കെ മാണി ഉൾപ്പെടുന്ന കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുമ്പോൾ ഈ അണികൾ ഇത് അംഗീകരിക്കും, താഴെത്തട്ടിലെ പ്രവർത്തകർ ഇത് അംഗീകരിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അവരുടെ അല്ല, ഞങ്ങളുടെ താഴെയുള്ള പ്രവർത്തകരെയും ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളെയും താങ്കളെക്കാൾ കൂടുതൽ അറിയാവുന്നവരാണല്ലോ ഞങ്ങൾ ഈ പണിയുമായിട്ട് കൂടി ഇരിക്കുന്നവർ. അതുകൊണ്ട് ഞങ്ങളത് കൈകാര്യം ചെയ്തോളാം, വിഷമിക്കണ്ട. പക്ഷേ ഈ പ്രവർത്തകർക്കും അണികൾക്കും എല്ലാം അപ്പുറം ഈ വോട്ടർമാർ എന്നൊരു ജനങ്ങൾ എന്നൊരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പൊ 2 വർഷവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ നൽപ്പും നിൽപ്പുമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. സാമൂഹ്യ സുരക്ഷാ നടപടികളാണെങ്കിലും കൃഷിക്കാരുടെ പ്രശ്നങ്ങളാണെങ്കിലും കേരളത്തിൽ ഒരു ഗവൺമെന്റിനും കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ LDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. LDF സർക്കാരിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പരിപാടികളുടെ ആത്മവിശ്വാസത്തിലാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ജനങ്ങളെ നേരിടാൻ പോകുന്നത്. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. ആ ജനങ്ങളുടെ ഇടയിലെ പ്രതികരണം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്രയും വലിയ ആത്മവിശ്വാസമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ ജോസ് കെ മാണി പോലുള്ള ബൂസ്റ്ററുകളുടെ കൂടി പിന്തുണ തേടുന്നത്? അല്ല, അതിപ്പോൾ താങ്കളുടെ അഭിപ്രായമാണ്. UDF ദുർബലപ്പെടാൻ അതിൽ നിന്നൊരു പാർട്ടി വരുമ്പോൾ ദുർബലപ്പെടുകയല്ലേ? UDF ദുർബലപ്പെടുന്നത് തുടർച്ചയായി പറയുന്ന LDF ശക്തിപ്പെടുമെന്ന് പറയുന്നത്. അല്ല, അത് LDF ശക്തിപ്പെടുവാൻ UDFും LDFും തമ്മിലുള്ള കക്ഷിബന്ധങ്ങളിൽ UDFനെ ദുർബലപ്പെടുത്താനുള്ള LDFനെ ദുർബലപ്പെടുത്താനാണല്ലോ ഇപ്പോൾ BJPയും കോൺഗ്രസും ചേർന്ന് ശ്രമിക്കുന്നത്. അപ്പം തിരിച്ച് UDFനെ ദുർബലപ്പെടുത്താൻ ഞങ്ങളും അതിനുള്ള നടപടികൾ ശ്രമിക്കുന്നു, അത് സ്വീകരിക്കുന്നു. അത്രേ ഉള്ളൂ. അത്രേ തന്നെ രാഷ്ട്രീയമുള്ളൂ. വെരി സിമ്പിൾ.
ഇപ്പോഴും ഈ ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ എത്തും, ഇടതുമുന്നണി അടുത്ത നാളത്തെ യോഗത്തിൽ ജോസ് കെ മാണി എത്തും എന്ന തരത്തിൽ ആ ജോസ് കെ മാണി ഒരു സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി അങ്ങ് പഠിക്കുന്നു. ഇല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ യോഗങ്ങളിൽ സ്വാഗതം ചെയ്തില്ല. ഇപ്പോൾ ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ജോസ് കെ മാണി സ്വീകരിച്ച രാഷ്ട്രീയ സമീപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞ. ഞങ്ങൾക്കിപ്പോൾ അതിർത്തി ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ട് എന്ന് നല്ലതുപോലെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാറാൻ പോകുന്നില്ല. നിങ്ങൾ ഇന്നും രാവിലെയും കുറച്ച് വാർത്തകളൊക്കെ കൊടുത്തല്ലോ, CPIക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമാണ്, തർക്കമാണ് എന്നൊക്കെ. അതൊക്കെ മനപ്പായസങ്ങളാണ്. ഞങ്ങൾ ജനാധിപത്യപരമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ അവസാനിപ്പിക്കാം. അവർക്ക് തൃപ്തിയായിട്ടില്ല.